വി.ഡി. സതീശൻ സർക്കാരിന്റെ അതിഗംഭീരമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാളെ മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രിയദർശിനി പദ്ധതിയായിരിക്കും അല്ലെ. സൗജന്യ KSRTC സൗജന്യ ബസ് യാത്ര. ആ യാത്രയെ കുറിച്ച് മാത്രമാണോ? എന്നാൽ അതിനേക്കാൾ മികച്ച ഒരു തീരുമാനം ഉണ്ടായില്ലേ? ഡ്രൈവർ യദുവിന്റെ നിയമനത്തെ കുറിച്ചാണ് പറയുന്നത്. ഡ്രൈവർ യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായിട്ട് നിയമനം നൽകി. ഈ നിയമനം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഹുങ്കിൽ ദമ്പതികൾ നടത്തിയിട്ടുള്ള ഏറ്റവും മോശമായ പ്രവർത്തനങ്ങൾക്ക് അവരുടെ കാരണത്തടിച്ചുള്ള അടിയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയല്ലേ ഇതിനെ വിലയിരുത്തേണ്ടത്? സത്യത്തിൽ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാളൊക്കെ ഏറെ എത്രയോ വലിയ ഒരു കാര്യമായിട്ടാണ് അതിനെ എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ KSRTC ബസ് ഡ്രൈവർ ആയിട്ടുള്ള, അതും താൽക്കാലിക ജീവനക്കാരനായിരുന്നു യദുവിന്റെ മുമ്പിൽ കാണിച്ച ഷോ ഓഫ്, സത്യത്തിൽ അത് യദുവിന്റെ മുൻപിലല്ല കാണിച്ചത്, കേരളത്തിലെ ഓരോ പൗരന്റെയും മുൻപിലേക്ക് അധികാരമുള്ള ദമ്പതികൾ കാണിച്ചിട്ടുള്ള ഹുങ്കായിരുന്നു. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക, അപ്പോ ഞങ്ങൾക്കായിരിക്കും നീതി, അതായത് സാധാരണക്കാരന് നീതി കിട്ടില്ല എന്ന് ഉറപ്പിച്ച അടിവരയിട്ട് പറഞ്ഞതാണ് ഈ ദമ്പതികൾ. മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും MLA ആയിരുന്ന സച്ചിൻ ദേവും. എന്തെല്ലാം കാപ്പട്യം നിറഞ്ഞ നീക്കങ്ങൾ ഇതിനിടയിൽ കണ്ടു അല്ലെ. കൃത്യമായ ഒരു അന്വേഷണം പോലും നടത്തിയില്ല. അവർ കാണിച്ചത് എന്തായിരുന്നു എന്നുള്ളതും പിന്നീട് അവർ പറഞ്ഞിട്ടുള്ള കുറെ നറേഷൻസുമാണ് എല്ലാം പുറത്തു വന്നത്. ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അവരുടെയൊക്കെ മൊഴിയെടുക്കുമ്പോൾ എല്ലാവരും ഡ്രൈവർ യദുവിന് അനുകൂലമായിട്ടാണ് മൊഴി പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. പക്ഷേ വിധിയെഴുത്ത് വരുമ്പോൾ എന്തായിരുന്നു? യദുവിനാണ് അവന്റെ താൽക്കാലിക ജോലി പോലും നഷ്ടപ്പെട്ട് പിന്നീട് കുറെ നാൾ യദു ഇതിന്റെ പുറകെയൊക്കെ നടന്നു. ഒടുവിൽ സ്വിഗ്ഗി ജീവനക്കാരനായി അല്ലെ, ഫുഡ് ഡെലിവറി ജീവനക്കാരനായി മാറുന്ന യദുവിനെ നമ്മൾ കണ്ടു. അതിനിടയിൽ CPM ചെയ്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. ഏറ്റവും നികൃഷ്ടമായിട്ട് CPM ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരുപക്ഷെ നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, യദുവിന്റെ പേഴ്സണൽ ലൈഫിനെ എടുത്ത് വെളിയിലിടാൻ ശ്രമിച്ചു. യദു എത്രക്കാരനാണ്, യദുവിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഒരു വിഭാഗം മാധ്യമങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് പുറത്തിടാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിനും മെയ്തയായിരുന്നു യദു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ അധികാരത്തിന്റെ ഗർവിൽ ഒരു പൗരനെ എന്തെല്ലാം സംഭവിച്ചേക്കാം എന്ന്, ഈ സമൂഹത്തിൽ സംഭവിച്ചേക്കാം എന്ന് കാണിച്ചു തന്ന ആ നിമിഷം. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇവർ പ്രതീക്ഷിച്ചിരുന്നത് MLA ആയി മന്ത്രിയായിട്ടൊക്കെ മാറാം, അതുകൊണ്ട് ഈ കേസും കൂട്ടവും ഒന്നും ഉണ്ടാകില്ല, ഞങ്ങൾക്ക് ഇനിയും അധികാര കസേര കിട്ടും എന്നുള്ളതായിരുന്നു. ബാലുശ്ശേരിയിൽ പക്ഷെ സിറ്റിംഗ് MLA ആയിട്ടുള്ള സച്ചിൻ ദേവിന് ഇമാതിരി ഒരു പരാജയം അതുണ്ടാവുക എന്ന് പറഞ്ഞത്, സിറ്റിംഗ് സീറ്റാണ്, CPM സീറ്റാണ്, ആ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ മാറിപ്പോയി എന്നുള്ളതാണ്. ഇനി ആര്യാവട്ടെ, ആര്യാണെങ്കിൽ വിചാരിച്ചിരുന്നത് എന്താണ്, മേയർ സ്ഥാനം കഴിയുമ്പോഴേക്കും താൻ നിയമസഭയിലേക്ക് മത്സരിക്കും, ഒരു MLA ആയിട്ട് ഞാൻ പോകും, അതുപോലെ തന്നെ ഭർത്താവ് മന്ത്രിയായിട്ട് അവിടെ തന്നെ ഉണ്ടാകും, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊടിവെച്ച കാറിൽ പോകും, ഇതൊക്കെ സ്വപ്നം കണ്ടിരുന്നതാണ്. ഓരോരുത്തരുടെയും രീതി നമുക്കറിയാം. ഈ മൂപ്പെത്താതെ പഴുക്കുന്ന പഴങ്ങൾക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, വലിയതെന്നല്ല, തീരെ രുചി ഉണ്ടാവില്ല. ഈ മൂപ്പെത്താതെ പഴുക്കുന്നവർക്കുണ്ടാകുന്ന സകല ഏനക്കേടുകളും സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രനും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ പാളയം റോഡിൽ വെച്ചിട്ട് ഉണ്ടായ സംഭവം എന്തായിരുന്നു? 2024 ഏപ്രിൽ 28-നാണ് പാളയത്ത് വെച്ച മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അന്ന് MLA ആയിരുന്ന സച്ചിൻ ദേവ് സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക കാറ് കുറുകെയിട്ടിട്ട് ഒരു സിനിമ സീക്വൻസ് ഒക്കെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചത്. ആ വണ്ടിക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഡ്രൈവർ
തങ്ങളോട് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതായിരുന്നു മേയറുടെ ആരോപണം. അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ചാണ് ഡ്രൈവറായിരുന്ന യദു പരാതി നൽകിയത്. പക്ഷെ ഈ പരാതി ആദ്യം സ്വീകരിക്കാനായിട്ട് പോലീസ് തയ്യാറായില്ല. കാരണം പോലീസിനും അവരുടെ ജോലി പ്രധാനപ്പെട്ടതാണല്ലോ. കൃത്യനിർവഹണം കൃത്യമായി തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കസേര ഉണ്ടാവില്ല, ആ ജോലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് പിന്നീട് യദുവിന്റെ താൽക്കാലിക ജോലിയൊക്കെ തെറിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇതെല്ലാം ഒരു ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യത്തിന് വോട്ടർമാര് കാലവും ഒക്കെ ഒരുമിച്ച് നൽകിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങള്. CPM-ന് ഏറെ ശക്തമായ സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് ഏറ്റുവാങ്ങിയ ഈ തോൽവി എന്ന് പറയുന്നത് സത്യത്തിൽ നീയൊന്നും ആ കസേരയിൽ ഇരിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു. മുൻപ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന പുരുഷൻ കടലുണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ വലിയ ഭൂരിപക്ഷത്തില് വിജയിച്ചു വന്ന മണ്ഡലം കൂടിയായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും അണികൾ കൈവിട്ടു. അണികളുടെ വോട്ട് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ അണികൾ കൈവിട്ടു, വോട്ടർമാര് കൈവിട്ടു. ഇങ്ങനെ ഒരു ജനപ്രതിനിധി തങ്ങൾക്ക് വേണ്ട എന്ന് ജനം തീരുമാനിച്ചാൽ പിന്നെ അതിന് മറ്റൊരു തീരുമാനമില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെ? ഒരു ജനപ്രതിനിധി, നമുക്കറിയാം പലർക്കും പല കാപട്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പൊതുവായിട്ട് അവര് സമൂഹത്തിൽ നിലനിൽക്കുകയും അവർ കാണിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും നമുക്ക് നിഷ്പക്ഷരാണ്, ആനയാണ്, ചേനയാണ്, മാങ്ങ തൊലിയാണ്, ഇതൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയവും അവരവരുടേതായ ചില ഡീലുകളും ഒക്കെ കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ച് നമ്മൾ പറയില്ല രൂപക്കൂട്ടിൽ ഇരുത്തേണ്ട ആൾക്കാരൊന്നും അല്ല നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ ഇത് തീർത്തും അധികാരത്തിന്റെ ഹുങ്കിൽ നടത്തിയ ഒരു പ്രഹസനം തന്നെയായിരുന്നു. കാരണം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഓരോ നേതാവ്, അതായത് തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും പദവികളിൽ ഇരിക്കുന്ന ഓരോ നേതാവ് ആയിക്കോട്ടെ, അവരൊക്കെ കാണിച്ചിട്ടുള്ള ധാർഷ്ട്യം നമുക്കറിയാം. അർഹതയില്ലാത്ത സർട്ടിഫിക്കറ്റ് വാങ്ങുക, അർഹതയില്ലാത്ത രീതിയിൽ ജോലി വാങ്ങുക, ഇങ്ങനെ എല്ലാം അവരുടെ ധാർഷ്ട്യത്തിനനുസരിച്ച് ഞങ്ങളെ ആരും ഇനി ചോദ്യം ചെയ്യാനില്ല, രണ്ടാമതും ഞങ്ങൾക്ക് ഭരണം കിട്ടി, ഇനി മൂന്നാമതും തീരെ മണ്ടന്മാരായിട്ടുള്ള ജനം ഞങ്ങൾക്ക് അധികാരം തരുമെന്നുള്ള വല്ലാത്തൊരു ഹുങ്കുണ്ടായിരുന്നു. അതിനുവേണ്ടി വീശി എറിഞ്ഞു വല. പക്ഷെ ജനം വീണില്ല. കാരണം ജനത്തിന് മതിയായി. അപ്പോഴാണ് VD സതീശൻ സർക്കാർ വരുന്നത്. അദ്ദേഹം യദുവിന്റെ കാര്യം മറക്കാതിരുന്നത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന രേഖകളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ സർക്കാരിന്റെ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ല ഒരു പൊൻതൂവൽ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഒരു ബിൽഡപ്പ് ഉണ്ടാക്കാനായിരിക്കാം. പക്ഷേ അദ്ദേഹം ചെയ്തതിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. യദുവിന്റെ ഒരു ജോലി കൊടുക്കുക. കാരണം അവരുടെ, അതായത് ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിൽ ഒരു തൊഴിൽ നഷ്ടപ്പെട്ടു പോയ ഒരു യുവാവിന് അവന് ജോലി നൽകുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ്. മറ്റവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ ആളുകൾക്ക് ഞാനും പിന്നെ ഞങ്ങളുടെ ആൾക്കാരും എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് ഓരോ കാര്യവും ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. CPM-ലൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഈ നേതാക്കളെയൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് ഞങ്ങളുടെ ഏറ്റവും താഴത്തെ കമ്മിറ്റി മുതൽ അങ്ങ് മുകളിലെ കമ്മിറ്റി വരെ എല്ലാത്തിനും ഒപ്പിട്ട് കിട്ടണം. എല്ലാവരും ഇത് അംഗീകരിക്കണം. ഈ അംഗീകരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട മരിക്കാൻ കിടക്കുന്നവനാണ്, മരിച്ച് 16 അടിയന്തരവും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഒരാളിലേക്ക് ഒരു സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നു പിടിക്കണം. അതിൽ നേരുണ്ടോ, അവന്റെ അവസ്ഥ എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ട് ഇത് മുകൾ ഘടകങ്ങളിലുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവര് നമ്മളിങ്ങനെ ഓടുപാടിട്ട് ഓടിക്കും. എന്നാൽ ഇവരുടെ കൊടി പിടിക്കുന്ന, ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറാവുന്ന ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെയാണ് യദുവിന്റെ നിയമനം ഏറ്റവും ഗംഭീരമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. മറന്നുപോയില്ല എന്നുള്ളത് തന്നെയാണ്. യദുവിന്റെ ജോലി പോയതും ഒക്കെ സമൂഹത്തിന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളാണ് ചോദ്യചിഹ്നങ്ങളായിട്ട് ഉയർത്തിവെച്ചത്. ഒരു ജനത്തിനോട് ഇങ്ങനെയാണോ അധികാരവർഗം പെരുമാറേണ്ടത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു.
അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്നുകൂടി കാണിച്ചു തരുന്നതായിരുന്നു. CPM-ലെ പുതുതലമുറയുടെ ധാർഷ്ട്യവും അഹങ്കാരവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നത് കൂടിയായിരുന്നു. അപ്പോൾ യദുവിന്റെ നിയമനമാണ് ഏറ്റവും മിന്നുന്ന ഒരു നിയമനമായിട്ട് തോന്നിയത്, മിന്നുന്ന ഒരു തീരുമാനമായിട്ടും തോന്നിയത്. യദുവിന് എല്ലാ ഭാവുകങ്ങളും നേരാം.